Welcome to Entrance Physics, Part 23. ഞാൻ ഇപ്പോൾ ബോർഡ് എക്സാമിനേഷന് ഉപകരിക്കത്തക്കവണ്ണം കൂടെ ആണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഞാൻ തരുന്നത്, ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനൊന്ന് ബ്രീഫ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷന് ഉപകരിക്കും. കാരണം ബ്രീഫ് ചെയ്തതിന് ശേഷമാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈസിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ഇന്നിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുറച്ച് ആശയങ്ങൾ, കോൺസെപ്റ്റ്സ്, അതുമല്ല എളുപ്പം ഉപയോഗിക്കത്തക്ക വിധത്തിൽ എൻട്രൻസിന് ഉപകരിക്കത്തക്ക വിധത്തിൽ അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 10⁻⁹ ഫാരഡ് പെർ മീറ്റർ. ഇത് ഈ ഫോമിൽ ആണ് എൻട്രൻസിന് എളുപ്പം നല്ലത്. അങ്ങനെയെങ്കിൽ 1/ε0 അത് നമുക്ക് ആവശ്യമായിട്ട് വരും. 1/ε0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇപ്പോൾ 36π × 10⁻⁹. 36π എന്ന് പറഞ്ഞാൽ 113 എന്ന് വരും, 113 × 10⁻⁹. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഫാരഡ് ഇൻവേഴ്സ് മീറ്റർ എന്നാണ്. നമുക്ക് പെട്ടെന്ന് ഈ 1/ε0 ഒന്ന് അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ വേറെ ഫാക്ടർ ചോദ്യത്തിൽ വരുന്ന ഫാക്ടർ ചിലപ്പം പൈയോടുകൂടി ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് 1/ε0 × സംതിങ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഫോമിൽ എടുക്കുന്നതാണ് അതിൻ്റെ ബുദ്ധി. എൻട്രൻസിനല്ല ബോർഡ് എക്സാമിനേഷൻ ആണെന്നാലും അത് തന്നെ അത്ര സമയം ലാഭിക്കുന്നു. അപ്പോൾ 1/ε0 × Q ചിലപ്പോൾ ഇത്ര മൈക്രോ കുളമ്പ് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ തരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്തൊക്കെ നമുക്ക് എളുപ്പം ഈ ഫോമിൽ പഠിച്ചു വെക്കുന്നത് വളരെ സമയം ലാഭിക്കാൻ ഉപകരിക്കും. ഇനി ഫ്രീ സ്പേസിൽ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് കുളംസിലും അനുസരിച്ച് F0 = 1/4πε0 × Q1 Q2/r². ഇതേ ചാർജസ് ഇതേ അകലത്തിൽ മറ്റൊരു മീഡിയത്തിൽ വെച്ചാൽ ഫോഴ്സ് F in the medium becomes 1/4πε0 εr × Q1 Q2/r². എങ്കിൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് εr as equals F0/Fr. ഇത് എപ്പോഴും അറിഞ്ഞിരിക്കണം, പെട്ടെന്ന് നമുക്കൊരാവശ്യം വരും. അപ്പോൾ ഫ്രീ സ്പേസിലെ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതേ ചാർജ് തന്നെ അതേ അകലത്തിൽ നമുക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഏത് മീഡിയത്തിലാണ് ആ മീഡിയത്തിനുള്ളിൽ വെക്കുമ്പോൾ ഉള്ള ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ അത് εr ആണ്. വളരെ ഉപകരിക്കുന്ന റിലേഷൻസ് ഇതൊക്കെ. ഇതുപോലെ എയറോ ഫ്രീ സ്പേസോ കോറായിട്ട് വരുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്താൽ അതിൻ്റെ കപ്പാസിറ്റൻസ് C0 = Aε0/d. അതിനിടയ്ക്ക് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്താൽ കപ്പാസിറ്റൻസ് ബിക്കം CM = C with a medium മെറ്റീരിയൽ Aε0 εr/d. അപ്പോൾ ഇവിടെ റേഷ്യോ എടുത്താൽ εr = C with the medium divided by C with air core, CM/C0. ഇങ്ങനെയും εrന് പറയാം. മറ്റൊന്ന് ε0 × εr = എന്ന് പറയും. എപ്സിലോണിന് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നാണ് പറയുക. അതുകൊണ്ട് ആ ε/ε0 ആണ് εr. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ദിസ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ, ഡെൻസിറ്റി ഓഫ് കോപ്പർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതിന് വലിയ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ εrന് 3 റിലേഷൻ തലയിൽ നിൽക്കണം. അടുത്ത പോയിൻ്റ് ലൈൻ ഓഫ്, ഇതൊക്കെ അതിന് ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്.
ഇതിനു വേണ്ടി ചുമ്മാ ഞാൻ വളരെ ബ്രീഫായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ബേസ് ആയതുകൊണ്ട് ഞാനിത് എൻട്രൻസിന് വളരെ ആവശ്യമായ ചില കോൺസെപ്റ്റുകൾ കൊണ്ട് എടുത്ത് കുറെ കൂടെ ചുരുക്കി പറയും. ലൈൻ ഓഫ് ഫോഴ്സ് സങ്കല്പമാണ്, വെറും സങ്കല്പം. പോസിറ്റീവ് ചാർജ്, ഇതിപ്പോൾ 1 കുളമ്പ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിൽ നിന്നും ലൈൻ ഓഫ് ഫോഴ്സ് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയും. ഇതിനെല്ലാം കാരണം ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്കുണ്ട്. എത്രയും ചെറിയ ഒരു പോസിറ്റീവ് ചാർജ്, അത് ഞാൻ ടെസ്റ്റ് ചാർജ് എന്ന് പറയുക. എത്രയും ചെറുത്, ഇലക്ട്രോൺ പോലും ടെസ്റ്റ് ചാർജ് ആക്കാൻ പാടില്ല, അതിലൊക്കെ ചെറു. പക്ഷേ സങ്കല്പത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ചാർജിൻ്റെ അടുത്ത് കൊണ്ട് ടെസ്റ്റ് ചാർജ് വെച്ചാൽ അത് എങ്ങോട്ടാണ് തെറിച്ച് പോകും. ഓരോ സ്ഥാനത്ത് വെക്കുമ്പോൾ എങ്ങോട്ട് തെറിച്ച് പോകുന്നു, ആ ലൈൻ ഓഫ് ഫോഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ വരയ്ക്കുന്നത്. നെഗറ്റീവ് ചാർജ് എന്ന ലൈൻ ഓഫ് ഈ ടെസ്റ്റ് ചാർജ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങോട്ട് ലൈൻ ഓഫ് ഫോഴ്സ് വരയ്ക്കുക. ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉള്ളത് എടുത്തിരിക്കുന്ന, ഒരു സ്കെയിൽ എടുത്തിരിക്കുന്ന, ഒരു തോത്, സൗകര്യത്തിന് വേണ്ടി ഒരു തോത് എടുത്തിട്ടുണ്ട്. 1 കുളമ്പ് ചാർജിൽ നിന്നും 1/ε0 ലൈൻസ് ഓഫ് ഫോഴ്സ് ഇറങ്ങിപ്പോകും. 1/ε0 എന്ന് പറഞ്ഞാൽ 36 π × 10⁹. ഇത്രയും ലൈൻസ് 1 കുളമ്പ് ചാർജ് പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്ന് നമ്മളങ്ങ് ഇൻ്റർനാഷണലായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുക. ലൈൻ ഓഫ് ഫോഴ്സ് മണ്ണാങ്കട്ടെ മാങ്ങാത്തൊലിയൊന്നും ഇല്ല. നമ്മുടെ സങ്കല്പ സൗകര്യം ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ട, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് ഇതൊക്കെ. വളരെ യൂസ്ഫുള്ളാണ്. നെഗറ്റീവ് ചാർജാണ് ഇത്രയും ലൈൻസ്, 1 കുളമ്പ് നെഗറ്റീവ് ചാർജാണ് ഇത്രയും ലൈൻസ് അതിലേക്ക് വന്ന് കയറുന്നു. ഇതാണ് ഇത്. എങ്കിൽ അപ്പോൾ 1 കുളമ്പ് ചാർജിൽ നിന്ന് നമ്പർ ഓഫ് ലൈൻസ് originating from 1 coulomb of positive charge equals 1/ε0 or 36 π × 10⁹ lines. നെഗറ്റീവ് ചാർജ് ആണ് ദാറ്റ് മച്ച്, അത്രയും ലൈൻസ് റീച്ച് ദി 1 coulomb ഓഫ് നെഗറ്റീവ് ചാർജ്, അല്ലെ ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നെന്ന് പറയാം. എങ്കിൽ Q കുളമ്പ് ചാർജിൽ നിന്നും 1 കുളമ്പ് ചാർജ് ചെയ്യുന്ന 1/ε0 ലൈൻസ്, എങ്കിൽ Q കുളമ്പ് ചാർജിൽ നിന്നും പുറത്തു പോകുന്ന ലൈൻസിൻ്റെ എണ്ണം 1/ε0 × Q. അപ്പം 36 π മൈക്രോ കുളമ്പ് ചാർജിൽ നിന്ന് ഇറങ്ങിപ്പോയ ലൈൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/ε0 36 × 10⁹ Q 36 π മൈക്രോ × 10⁻6 36 π × 36 π വേണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എഴുതല്ലോ. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ തന്നെ തരും. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് Q1 അല്ലെ Q/ε0. അടുത്ത പോയിന്റ്, ഈ ലൈൻസ് അപ്പോൾ Q കുളമ്പ് ചാർജ് ഇപ്പോൾ പോസിറ്റീവ് ചാർജ് വന്നിരിക്കട്ടെ, ഇതിൽ നിന്നും Q/ε0 ലൈൻസ് ചുറ്റുപാടേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് അങ്ങ് വരച്ചാൽ, അതിൽ ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിലായത് വെച്ചിരിക്കുന്നത്, ഈ ലൈൻസ് എല്ലാം തന്നെ ഈ സർഫസിൽ കൂടെ കടന്ന് വേണം പോകാൻ. ഇങ്ങനെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഏതെങ്കിലും ഒരു സർഫസിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ആ പേര് മാറ്റി നമ്മൾ പറയും ഫ്ലക്സ് എന്നങ്ങ് പറയും, ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ഓഫ് ഫോഴ്സ് തന്നെയാണ്. ഒരു സർഫസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പേര് മാറ്റി പറയുന്നതേ ഉള്ളൂ, ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ആ ക്ലോസ് സർഫസിൻ്റെ ഷേപ്പ് എന്ത് ഷേപ്പ് വേണേ ആകാം. ക്ലോസ് ആയിരിക്കും, ഹോളൊന്നും കാണാൻ പാടില്ലെന്നേ ഉള്ളൂ, ക്ലോസ്ഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ, എന്ത് ഷേപ്പും ആകാം. അതിൽ കൂടെ കടന്നു പോകുന്ന ലൈൻസിൻ്റെ എണ്ണം Q × 1/ε0 ആയി, ഏത് ഷേപ്പായാലും നോ ചേഞ്ച്. അത് ക്യൂബിക്കൽ ഷേപ്പാകാം, സ്ഫെറിക്കൽ ഷേപ്പാകാം, ചളഞ്ഞു പൊളിഞ്ഞതാകാം, എങ്ങനെ സിലിണ്ടറിക്കലാകാം, ഏത് ഷേപ്പും ആയിക്കോട്ടെ, ഷേപ്പ് ഇവിടെ പ്രശ്നമേ അല്ല. പക്ഷേ കാൽക്കുലേഷൻ തിയറിയൊക്കെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രത്യേക ഷേപ്പ് ഇൻറ്റഗ്രേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ സ്ഫിയർ, സിലിണ്ടർ, ഇങ്ങനെ ചില സിമ്പിൾ ഫിഗേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുക. അങ്ങനെയുള്ളിടത്തേ ഗോസ് ലോ അപ്ലൈ ചെയ്യുമുള്ളൂ. അത് മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ
ചുരുക്കത്തിൽ ഈ സർഫസിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം. ഇപ്പം ഇനി അതിനെ ഫ്ലക്സ് എന്ന് വിളിച്ചാൽ മതി. സൈ എത്ര? ഇതിൽ നിന്ന് പുറപ്പെട്ടതല്ലേ ഇത് കൂടെ കടന്നു പോകാനൊക്കത്തുള്ളൂ മൊത്തം. സൈ ഈക്വൽസ് 1/ε0 ഇൻറ്റു ക്യൂ. ഇതല്ലേ ഗോസ് ലോ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഗോസ് ലോ. അടുത്ത പോയിൻ്റ്, ഇപ്പോൾ ഇതൊരു ക്യൂ കുളമ്പ് ചാർജാണ്. ഇതിൽ നിന്ന് 6 ഡിസ്റ്റൻസിൽ ഒരു പോയിൻ്റ് എടുത്താൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി കുളംസ് ലോ അനുസരിച്ച് E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q/r². ഇതാണ് ഇവിടുത്തെ ഈ പോയിൻ്റ് കൂടെ കടന്നു പോകുന്ന ഒരു സ്ഫിയർ സങ്കല്പിക്കുക, സ്ഫെറിക്കൽ സർഫസ്. എങ്കിൽ ഈ ഫോർമുല തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. E ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q/r² എന്നുള്ള ഇങ്ങനെ എഴുതാമല്ലോ. ദറ്റ് ഈസ് E ഈക്വൽസ് 1/4πr² ഇൻറ്റു 1/ε0 ഇൻറ്റു Q എന്ന് എഴുതാം. ഇത് സൈയാ. ദിസ് ഈസ് സൈ. ഇതിൽ നിന്ന് പുറപ്പെട്ട മൊത്തം ഫ്ലക്സാണ്. ഇത് 4πr² എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഏരിയ. ചുരുക്കത്തിൽ E ഈക്വൽസ് psi by 4πr² ഈക്വൽസ് psi by a. അപ്പോൾ ടോട്ടൽ ഇപ്പം ചുരുക്കത്തിൽ നമുക്ക് കിട്ടിയ എന്താ? ടോട്ടൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി E ഈക്വൽസ് ഫ്ലക്സ് ബൈ ഏരിയ. ടോട്ടൽ ഫ്ലക്സ് ബൈ ഏരിയ, സംതിങ് ബൈ ഏരിയ, സംതിങ് ബൈ വോളിയം, സംതിങ് ബൈ ലെങ്ത്. ഇതിനൊക്കെ ഇല്ലയോ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഫ്ലക്സ് ബൈ ഏരിയ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഫ്ലക്സ് ഡെൻസിറ്റി എന്നങ്ങ് വിളിക്കും. ചുരുക്കത്തിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെയും പറയാം, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നും പറയാം. E ഈക്വൽസ് psi ബൈ a ഓർ psi ഈക്വൽസ് E ഇൻറ്റു a. ടോട്ടൽ ഫ്ലക്സ് അപ്പോൾ കാണുന്ന ഇൻറ്റൻസിറ്റി ഏരിയ കൊണ്ട് ഗുണിച്ചാൽ മതി എന്നർത്ഥം. ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ് ഏത് എക്സാമിനേഷനായാലും. ഇനി വീണ്ടും E ഈക്വൽസ് psi ബൈ a. psi എന്ന് പറഞ്ഞാൽ ഒന്നാന്നിരിക്കട്ടെ, 1 ലൈൻ. ടോട്ടൽ ഫ്ലക്സ് 1 ലൈൻ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ഫോഴ്സാണ്. അതിൻ്റെ എണ്ണം ഒന്നെന്നിരിക്കട്ടെ, psi. ഏരിയ 1 m² ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ എത്ര? E ഈക്വൽസ് 1 N/Coulomb. ചുരുക്കത്തിൽ ഇൻറ്റൻസിറ്റി 1 N/Coulomb എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 1 m² ഏരിയയിൽ കൂടി ഒരു ലൈൻ കടന്നു പോകുന്നു എന്ന അർത്ഥം. ഇൻറ്റൻസിറ്റി 1 N/Coulomb എന്ന് പറയുമ്പം ഫ്ലക്സ് വെച്ച് പറഞ്ഞാൽ, അല്ലെ ലൈൻ ഓഫ് ഫോഴ്സ് വെച്ച് പറഞ്ഞാൽ, 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ കൂടി ഒരു ലൈൻ കടന്നു പോകുന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 10 N/Coulomb ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ കൂടി 10 ലൈൻസ് കടന്നു പോകുന്നു എന്നാണ് നമ്മുടെ സ്കെയില്. നമ്മുടെ തോന്നെടുത്താണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ധാരണ. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സെൻസ് കൊണ്ട് പ്രോബ്ലമൊക്കെ എത്ര എളുപ്പമാകുമെന്ന് കണ്ടോണം. ഞാൻ ചോദ്യം വരുമ്പോൾ അത് വ്യക്തമാകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 10 ലൈൻസ് പാസ് ത്രൂ 0.5 m² ഏരിയ. വാട്ട് ഈസ് E? 0.5 m² ഏരിയയിൽ കൂടെ 10 ലൈൻസ് കടന്നു പോകുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? psi ബൈ a. 10 by 0.5 20 N/Coulomb. കണ്ടില്ലേ എന്ത് എളുപ്പം? ഇതാ ഫ്ലക്സിൻ്റെ ഈ ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞ സങ്കല്പം മെനഞ്ഞെടുത്തത് കൊണ്ട്, ബുദ്ധിയുള്ളവരത് കണ്ടുപിടിച്ചത് കൊണ്ട്, ഒരു മോഡൽ ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് ഈസിയാണ് പ്രശ്നങ്ങൾ, പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് യു അപ്രീഷിയേറ്റ് ദിസ്. അടുത്തത് ഇനി സ്ഫെറിക്കൽ സർഫസാണ്. ഇതൊരു സ്ഫെറിക്കൽ സർഫസാണ്. അതിൻ്റെ നടുക്ക് കൊണ്ട് Q എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചിരിക്കുക. ഇതിൽ നിന്ന് ഇറക്കി പോകുന്ന ലൈൻസ് എത്ര? Q/ε0. ഈ ലൈൻസ് മുഴുവൻ ഈ സ്ഫിയറിക്കൽ സർഫസിൽ കൂടെ കടന്നേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ സ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് Q/ε0. ഈ ചാർജ് എടുത്ത് സ്ഥാനം മാറ്റി ഒന്ന് വെച്ചെന്നിരിക്കട്ടെ. സെൻറ്ററിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോഴും ഇതിൽ നിന്ന് പുറപ്പെട്ട ഫ്ലക്സ് മുഴുവൻ ഈ സർഫസിൽ കൂടെ കടന്നല്ലേ പോകാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ.
ഈ സ്ഫെറിക്കൽ സർഫസിനെ കടന്നേ പോകാനൊക്കൂ. അപ്പം ടോട്ടൽ ഫ്ലക്സ് ഈ സ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ ഈ കേസിലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ക്ലോസ് സർഫസിനകത്ത് ചാർജ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. ആ ചാർജ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് അല്ലെ ആ സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ഒരു കോൺസ്റ്റൻ്റാണ്. വാട്ട് എവർ ബി ദി പൊസിഷൻ ഓഫ് ദി ചാർജ് ഇൻസൈഡ് ദി ക്ലോസ് സർഫസ്. പക്ഷേ ഇവിടെ സർഫസിൻ്റെ ഈ ഭാഗം എടുത്താൽ ലൈൻസ് അങ്ങ് അടുത്തടുത്ത് വരും. സർഫസിൻ്റെ ഈ ഭാഗം എടുത്തു കഴിയുമ്പോൾ ഈ ലൈൻസ് അങ്ങ് ക്രൗഡഡ് ആകും. ഇപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കൂടും, E/A കൂടും ഇവിടെ. psi/A. അത് ശരിയല്ലേ? ചാർജിനടുത്ത ഭാഗമാകുമ്പോൾ ഇവിടെ ഇൻറ്റൻസിറ്റി കൂടണമല്ലോ. ഇവിടെ ലൈൻസിൻ്റെ എണ്ണം കുറയും, ഫ്ലക്സ് ഡെൻസിറ്റി കുറയും, ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ ഇവിടെ കുറയും. ശരിയല്ലേ? ഇൻറ്റൻസിറ്റി ഇവിടെ കുറവല്ലേ വരണ്ടേ? അപ്പോൾ കുളംസ് ലോയായിട്ട് അനുസരിക്കുന്നുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത പോസ്റ്റിങ്ങിൽ നമുക്ക് കാണാം. നേരം ചോദ്യവും കൂടെ വരും. സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നിങ്ങൾ ഇത് ബോർഡ് എക്സാമിനേഷൻ ഉപകരിക്കും. മാത്രമല്ല എക്സാം പാക്കേജ് കാണാൻ ശ്രമിക്കുക. അത് എൻട്രൻസിന് ഉപകരിക്കുന്നതാണ്. പഴയ പോസ്റ്റിങ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.